ചില അമ്പല സന്ദർശനങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ചുറ്റമ്പലത്തിനകത്ത് കിടക്കാറില്ല. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട് അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എവിടെയൊക്കെയോ കോൺടാക്ട് കൊണ്ട് അശുദ്ധമായിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മളത് ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളത് കുളിച്ച് ശുദ്ധി വരുത്തി അതിലൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ചില പ്രൊപ്പഗാൻഡ കാണും. അതിൻ്റെ കൂടെ ഒന്നും നമുക്ക് ജീവിക്കാനും പറ്റില്ല. നമ്മളെങ്ങനെയാണോ അച്ഛനമ്മമാർ വളർത്തിയത് ആ വഴിക്ക് നമ്മൾ ജീവിക്കും. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ആ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ്, എന്നെ ഒന്ന് ജീവിക്കാനുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ കൈയൊന്ന് ശുദ്ധിയാക്കി ആ വിളക്കെടുത്ത് കൊളുത്തുന്നതുകൊണ്ട് ആർക്കും ദോഷമില്ല. അതുപോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടി സീരിയസ് ആണ്. നമ്മൾ കോവിഡ് കാലത്ത് പഠിച്ചതാണ്, കൈ കൊടുക്കരുതെന്നാണ് പറഞ്ഞത്, ഹഗ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ബയോളജിക്കൽ നീഡ് ആയിരുന്നെങ്കിൽ നമ്മൾ അതിന്, അതൊരു സ്പിരിച്വൽ നീഡാണെങ്കിൽ അത് അനുവദിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു തരം മനകപ്പാണ്. അത് തെറ്റാണ്. ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഞാൻ കൈ കഴുകി വൃത്തിയായി കേക്ക് മുറിച്ചിട്ട് എന്റെ സ്ഥിര സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിവിടെ ഗരുഡന് വന്നപ്പോഴും പാപ്പന് വന്നപ്പോഴും ഫുൾ കേക്ക് ഞാൻ തന്നെ നിന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും വായിലെടുത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്റെ കൈയുടെ ഹൈജീൻ എന്താണെന്ന് ഞാൻ നിശ്ചയിക്കുന്നു. അല്ലെങ്കിൽ ഇതിനെ തിരിച്ചു തന്നെ അയാൾ വഴിയെ വന്നവർക്കെല്ലാം കൈയും കൊടുത്തു വെച്ച് അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ല. അത് വെച്ചിട്ട് ആൾക്കാർക്ക് കേക്ക് എടുത്ത് വെച്ച് കൊടുത്തു. നോ കൺസേൺ ഫോർ പബ്ലിക് ഹെൽത്ത്. അങ്ങനെ പറ്റില്ല. ഞാൻ അത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ കൈ തന്ന ആളിന്റെ കയ്യിലേക്ക് കൈ കഴുകി ഒഴിച്ചിട്ടില്ല.